ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ മോൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേക്ക് ചെയ്തിട്ടുള്ള 1 കിലോഗ്രാം വെയിറ്റ് വരുന്ന നല്ല ഹൈറ്റിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇത് വാനിലയും റെഡ് വെൽവെറ്റും കൂടെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത് ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ലൈറ്റ് ഓറഞ്ച് കളറിൽ ഗം പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഫോണ്ടൻ്റ് എടുക്കുകയാണെങ്കിൽ CMC പൗഡറോ ടൈലോസ് പൗഡറോ ഒക്കെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. എന്നിട്ട് ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ ഒരു കോൺ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാല് ചെയ്തെടുക്കാനായിട്ട് ഒരേ അളവിൽ 2 ബോൾസ് എടുത്തിട്ട് ഇതേപോലെ ഒരെൻഡ് കുറച്ച് തിക്കായിട്ടും ഒരെൻഡ് നല്ല കനം കുറച്ചിട്ടും ഒന്ന് ഇതേപോലെ റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് ആ കനമുള്ള ഭാഗത്തൊന്ന് കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്തിട്ട് 2 സൈഡിലും ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് വെച്ച് നോക്കുക, എന്നിട്ട് പിന്നീട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ വെള്ളം വെച്ചിട്ട് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് കുഴപ്പമില്ലാതെ നല്ലപോലെ ഡ്രൈ ആക്കി എടുത്താൽ മതി. എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാം, അല്ലെങ്കിൽ വെള്ളം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ രണ്ടും ഒരേ അളവിൽ തന്നെ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് നോക്കാം. എന്നിട്ട് ബാക്കിയുള്ള ആ ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇതിലേക്ക് ഇനി ഒരു സ്ക്യൂവർ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്കിൻ്റെ ടോപ്പിൽ വെക്കുമ്പോൾ സ്ക്യൂവർ നന്നായിട്ട് ആ കേക്കിലേക്കൂടെ താഴ്ത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നീളത്തിൽ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു തെർമോക്കോളിൽ കുത്തി വെക്കണം. അപ്പോൾ ഞാനിത് ആദ്യം ഇങ്ങനെ ചെയ്തിട്ട് പിന്നീട് ഒരു സ്ക്യൂവറൂടെ താഴേന്ന് കുത്തി കൊടുത്തിട്ട് ഒരു തെർമോക്കോളിൽ കുത്തി വെച്ചിട്ട് പിറ്റേ ദിവസം ഡ്രൈ ആയപ്പോഴാണ് കേക്കിലേക്ക് കുത്തി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാൽപാദത്തിൻ്റെ ആ ഭാഗം ചെയ്യാനായിട്ട് ഇതേപോലെ ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിൻ്റെ ഒരു നഖം വരുന്ന ഭാഗം ഒന്ന് ലൈൻ പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് പ്രസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടും ഒരേ അളവിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു എൻഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് കോൺഫ്ലോർ അതിൻ്റെ താഴെയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പിന്നീട് ഇതെടുത്ത് മാറ്റുമ്പം ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ കൈ കൊടുക്കാനായിട്ട് ഒരേ അളവിൽ തന്നെ ഇതേപോലെ നീളത്തിൽ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഒട്ടിച്ച് നോക്കാം. ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതും ഒട്ടിച്ചു കൊടുക്കാം. ആ ഒരു കഴുത്തിൻ്റെ ഭാഗത്തിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. ഇനി നേരത്തെ കാൽപാദം ചെയ്തതുപോലെ തന്നെ 2 വെള്ള കളറിലുള്ള ഒരു ബോൾ എടുത്തിട്ട് ഇതേപോലെ ലൈൻ പോലെ ഒന്ന് ഉള്ളിലേക്ക് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ഹെഡ് ചെയ്യാനായിട്ട് ഒരു ബോൾ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് നല്ലപോലെ റൗണ്ടിലല്ല, കുറച്ചൊന്ന് പരത്തിയിട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു കണ്ണിൻ്റെ ഭാഗം ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഉള്ളിലേക്കായിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കുറച്ചൊന്ന് പ്രസ് ചെയ്താൽ മതി. എന്നിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ ആ കണ്ണിൻ്റെ ഭാഗത്തായിട്ട് 2 ഹോൾസ് ഇട്ട് കൊടുക്കാം. അവിടേക്ക് ബ്ലാക്ക് കളറിലുള്ള ഫോണ്ടൻറ്റ് ഇതേപോലെ ഒന്ന് ചെറിയ ബോളാക്കി എടുത്തിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് വൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു മൗത്തിൻ്റെ പോർഷനും നോസിൻ്റെ പോർഷനും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ വൈറ്റ് കളറിലുള്ള ഫോണ്ടൻറ്റ് ഒട്ടിച്ചു കൊടുക്കാം. ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ തോന്നുന്ന രീതിയിലാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് താഴെയായിട്ട് അതിൻ്റെ മൗത്തും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. ബ്രൗൺ കളറിൽ കുറച്ച് ചെറിയ പീസ് എടുത്തിട്ട്
ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഐബ്രോ ആണ് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ ഗ്ലൂവോ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. അത് ഞാനൊരു ബ്രൗൺ കളറിലാണ് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് ചെറുതായിട്ട് കുറച്ച് പീസ് എടുത്തിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് റോളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ബ്രൗൺ കളറുള്ള ഫോണ്ടൻറ്റ് ഇതേപോലെ ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ മുടി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുത്താൽ മതി സൈഡിലായിട്ട്. ഒരുപാട് അങ്ങ് കട്ട് ചെയ്യേണ്ട, ചെറിയ ചെറിയ ലൈനും ഇടയ്ക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് എത്രത്തോളമാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ അളവിലൊന്ന് കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ഹെഡ് ഇവിടെ വെച്ചിട്ട് ആ മുടി ഇങ്ങനെ സൈഡിലായിട്ട് ഒന്ന് ചുറ്റി വെച്ച് കൊടുത്താൽ മതി. അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തൂടെ ഒട്ടി നിൽക്കുന്ന രീതിയിൽ വേണം ഇത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ബാക്കിൽ നിന്നാണ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ബാക്കി വന്നിട്ടുള്ളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചെവി വെച്ച് കൊടുക്കാം. അപ്പോൾ അതുപോലെ ഒരു റൗണ്ടിൽ കുറച്ച് പ്രസ് ചെയ്തിട്ട് രണ്ടും ഒരേ അളവിൽ തന്നെ എടുത്തിട്ട് അതിൻ്റെ പകുതിയിൽ നിന്ന് കുറച്ചും കൂടെ അധികത്തിലിട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ചെവിയിൽ രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി മുടി ഫ്രണ്ടിലേക്ക് ആ ചെവിയുടെ സൈഡിൽ കൂടെ ഫ്രണ്ടിലേക്ക് കിടക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ പീസ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തോന്നുന്ന ഐഡിയയിൽ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൻ്റെ ടെയിലാണ് ചെയ്യുന്നത്. നീളത്തിൽ ഒരു പീസ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം. അവിടെയും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എൻഡിലായിട്ട് ബ്രൗൺ കളറാണ് വേണ്ടത്. ബ്രൗൺ കളറിൽ ഒരു ചെറിയ പീസ് എടുത്തിട്ട് എൻഡിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ സിംഹക്കുട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു മുഖത്തിൻ്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു സ്ക്യൂവർ വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് ഹോൾസ് ആക്കിയിടണ്ട, ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെറിയ ചെറിയ കുത്തുകൾ ഇട്ട് കൊടുക്കാം. ഇതിനി ഒരു ദിവസം പുറത്ത് വെച്ചിട്ട് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം. എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും പാത്രത്തിൽ അടച്ചു വെച്ചിട്ട് ഒരു ദിവസം പുറത്ത് വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് ഇത് കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പിങ്ക് കളറിൽ ചെറിയ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ മൗത്തിൽ ഒരു നല്ലൊരു കളർ, ആ ടങ്ങിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാൻ കുറച്ച് ലീവ്സും എടുത്തിട്ടുണ്ട്. അതുപോലെ പേരൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഡ്രൈ ആകാനായിട്ട് വെക്കാം. ഒരു 4-5 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഡ്രൈ ആക്കിയിട്ട് വേണം കേക്കിൻ്റെ മുകളിലായിട്ട് വെക്കാൻ. കേക്കും നന്നായിട്ട് തന്നെ തണുപ്പിച്ചിട്ട് വേണം ഈ ഒരു ഫോണ്ടൻറ്റ് വെച്ചിട്ടുള്ള ഡെക്കറേഷനൊക്കെ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു തെർമോക്കോളിൽ കുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം. ഇനി കേക്ക് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഞാനിവിടെ വാനില കേക്കും ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ 2 കേക്കാണ് ചെയ്തിട്ടുള്ളത്. റെഡ് വെൽവെറ്റും വാനില എടുത്തിട്ടുണ്ട്. 4 മുട്ട വെച്ചിട്ടാണ് ഈ കേക്ക് രണ്ടും ചെയ്തിട്ടുള്ളത്. 2 മുട്ട വെച്ചിട്ട് ഒരു കേക്ക്, അടുത്ത കേക്കും 2 മുട്ട വെച്ചിട്ട് 1/2 കിലോഗ്രാം കേക്കിലേക്ക് ചെയ്യുന്ന ഒരു സ്പോഞ്ചാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വാനിലയുടെ ഒരു പീസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ഹൈറ്റിലുള്ള കേക്ക് ചെയ്യുന്നതുകൊണ്ട് കുറച്ചധികം വിപ്പിംഗ് ക്രീം വേണം. ഞാനിവിടെ ഒരു 2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറേ ലെയർ വരുമ്പോൾ അതനുസരിച്ചിട്ട് വിപ്പിംഗ് ക്രീം വേണം. നമ്മൾ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ചെയ്യുന്നതിലും കൂടുതലായിട്ട് വിപ്പിംഗ് ക്രീം വേണം ഇങ്ങനെ കേക്ക് ചെയ്യുമ്പോൾ. സെക്കൻഡ് വെച്ച് കൊടുത്തിട്ടുള്ളത് റെഡ് വെൽവെറ്റിൻ്റെ ഒരു പീസാണ്. അതും ഇതേപോലെ തന്നെ എല്ലാ ലെയറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് ഫില്ലിംഗ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. വിപ്പിംഗ് ക്രീം മാത്രമേ ഫില്ല് ചെയ്യുന്നുള്ളൂ.
ഇങ്ങനെ വാനിലയും റെഡ് വെൽവെറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേക്കിന്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കേക്ക് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് പുറത്തെടുത്തിട്ട് ഇതിൽ മൊത്തത്തിലൊന്ന് വിപ്പിംഗ് ക്രീം കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് പുറത്തേക്കൊക്കെ കൊടുക്കാനാണ് കേക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിലൊരു സ്ക്യൂവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കുത്തി കൊടുക്കണം, കേക്ക് നീങ്ങി പോകാതിരിക്കാനായിട്ട്. കൂടുതൽ ലെയർ ഉള്ളതുകൊണ്ട് നീങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് വീട്ടിലേക്ക് ആയതുകൊണ്ട് ഇതിലേക്ക് പ്രത്യേകിച്ച് സ്ക്യൂവറോ അങ്ങനെയൊന്നും കുത്തി കൊടുക്കുന്നില്ല. ഈ കേക്ക് നന്നായിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. എന്നിട്ട് മാത്രമാണ് ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷനൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കേക്കിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് സ്മൂത്താക്കി എടുക്കാം. കേക്ക് നന്നായിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡിലൊക്കെ ചെറുതായിട്ടൊന്ന് ഓറഞ്ച് കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓറഞ്ചിൻ്റെ ഫുഡ് കളർ, ജെൽ ഫുഡ് കളറാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ചെറിയ സ്പാച്ചുലയിൽ കുറച്ചൊന്നാക്കിയിട്ട്, ഒരു ഡ്രോപ്പൊന്നും വേണ്ട, കുറച്ച് കളർ മാത്രം ആക്കിയാൽ മതി. എന്നിട്ട് ഇതേപോലെ സൈഡിലൂടെ പതുക്കെ സ്പാച്ചുല ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് മുകളിൽ അങ്ങിങ്ങായിട്ട് ഇതേപോലെ കുറേശ്ശെ കളറൊന്നും ആക്കിയിട്ട് ഒന്ന് നന്നായിട്ട് വലിച്ചു കൊടുത്താൽ മതി. ആ സ്പാച്ചുല നന്നായിട്ടൊന്ന് കേക്കിൽ ഒരുപാട് പ്രസ് ചെയ്യാതെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങിങ്ങായിട്ട് ചെറിയൊരു ഓറഞ്ച് കളർ കിട്ടും. നല്ല ഭംഗിയാണ് കേക്ക് കാണാനായിട്ടും. കളറൂടെ കൊടുത്തിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. നമ്മൾ ഫോണ്ടൻറ്റ് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ കേക്ക് ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. കേക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള സിംഹക്കുട്ടിയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റൗണ്ടിൽ ഒരു താഴെ ബോർഡർ കൊടുക്കാനായിട്ട് ഫോണ്ടൻറ്റ് ഒന്ന് നന്നായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ആ കേക്കിൻ്റെ അളവിൽ. അത് അപ്പോഴും തന്നെ നമ്മൾ കേക്കിലേക്ക് വെക്കുന്ന സമയത്ത് ചെയ്തെടുത്താൽ മതി. ഇത് ഡ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കി വന്നിട്ടുള്ളത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ലൈനിനെ ഒരു സൈഡിലായിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തൂടെ ഞാൻ സ്ക്യൂവർ ഒന്ന് കുത്തിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഡ്രൈ ആക്കാൻ. ഇനി ബാക്കിയുള്ള ലീഫും ബാക്കിയുള്ള നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ പേര് എല്ലാം ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഗ്രീൻ കളറിൽ ഒരു വള്ളി പോലെ ഇങ്ങനെ കിടക്കാനായിട്ട് അങ്ങനെ സൈഡിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ലീവ്സൊക്കെ സൈഡിലായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നല്ല ഭംഗിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഉണ്ടാക്കിയെടുക്കാനും ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഡ്രൈ ആക്കി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. മോൻ്റെ ബർത്ത്ഡേ നോമ്പിനായിരുന്നു. അപ്പോൾ നോമ്പ് തുറന്നിട്ടൊക്കെയാണ് കേക്ക് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്